കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻ മുഖമെൻ ഹൃദയത്തിനാനന്ദമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ലോകം മുഴുവനിൽ ഇരുന്ന് ശുശ്രൂഷ തത്സമയം ലൈവായി പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും ദിവ്യകാരുണ്യനാഥ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും ഈശോയെ നിന്റെ ശക്തി അനുഭവേദ്യമാക്കണമേ. ഹല്ലേലൂയ. നിൻ കൈകൾ എൻ കണ്ണുനീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണുനീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻ മുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. കരങ്ങളടിച്ചുകൊണ്ട്. തേജസ്സേഴും നിൻ മുഖമെൻ ഹൃദയത്തിനാനന്ദമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഞങ്ങളെല്ലാവരുടെയും നമ്മുടെ നിയോഗങ്ങളെ പ്രത്യേകമായി സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യം യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേറും നിൻമുഖമിൽ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യനേശ്വര, ആരാധ്യൻ യേശുവര, സന്തോഷത്തോടെ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേ സ്നേഹത്തോടെ നിൻമുഖമിൽ ഹൃദയത്തിനാനന്ദമേ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രത്യക്ഷയുടെ പ്രാർത്ഥന. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തില് ഉടമ്പടിയിലൂടെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധമയുടെ മധ്യസ്ഥതയില് അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവേ, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ യേശുവേ, പാടുക. വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ
മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന. ഉടമ്പടിയിലൂടെ ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കർത്താവിന്റെ സാന്നിധ്യവും അറിയുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ യേശുവേ ആരാധന. അറിയുന്നു ഞാൻ നിൻ കൈകൾ എൻ കണ്ണുനീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യം യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. അമേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗവും നിയോഗങ്ങൾ പറയേണ്ട സമയമാണ്. ഉടമ്പടി എടുത്ത നിയോഗങ്ങൾ തന്നെയാണ് പറയേണ്ടത്. ഉടമ്പടി എടുക്കാൻ പോകുന്നവർ എന്തിനാണ് ഉടമ്പടി എടുക്കാൻ പോകുന്നത്, അങ്ങനെ 6 ആവശ്യങ്ങൾ വരെ ഇപ്പോൾ പ്രാർത്ഥന ആവശ്യമായിട്ട് പരിശുദ്ധമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം. ഏറ്റവും പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ആയിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മാധുര്യമാ നിൻ മൊഴികൾ തണുപ്പിക്കും എൻ ഹൃദയം. മാധുര്യമാ നിൻ മൊഴികൾ തണുപ്പിക്കും എൻ ഹൃദയം. ആരാധ്യം യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. മാധുര്യമാ നിൻമൊഴികൾ, മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കും എൻ ഹൃദയം. മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കും എൻ ഹൃദയം. ആരാധ്യതോടെ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സും നിൻമുഖവിൽ കണ്ണുകളടച്ച് കൈകൾ കൂപ്പി മൗനമായി കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുക. ഈശോ തൻ്റെ വലതുകരം പൂപോലെ മൃദുവായും മഞ്ഞുപോലെ വെളുത്തതുമായ
അവിടുത്തെ വലതുകരത്താൽ നമ്മളെ സ്പർശിക്കുന്ന സമയമാണ്. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളാണ് നീ ഏറ്റെടുത്തത്. ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി നീ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. എല്ലാം ഏറ്റെടുക്കുന്ന ദൈവമേ, നിന്നെ ആരാധിക്കുന്ന സ്വർഗീയമായ നിമിഷങ്ങളിലെ ഇവിടെയുള്ള മുഴുവൻ മനുഷ്യരുടെ കണ്ണുനീരിനെ, രോഗത്തെ, ഭാരത്തെ നീ ഏറ്റെടുത്തതിന് നന്ദി പറയുന്നു. അങ്ങയുടെ അമ്മ പ്രത്യക്ഷപ്പെട്ട വിശുദ്ധമായ അൾത്താരയിലെ സമയ കടികാരം നെഞ്ചി ചാർത്തിക്കൊണ്ട് ദുരന്തമുണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കണമെന്ന് ലോകത്തോട് ആവശ്യപ്പെട്ട സ്വർഗം ചുംബിച്ച ഈ വിശുദ്ധ മണ്ണിലെ അമ്മയുടെ കൂടെ ചേർന്നുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ മധ്യസ്ഥം യാചിക്കുകയാണ്. ആയിരക്കണക്കിന് മനുഷ്യരാണ് ഉടമ്പടി എടുത്ത് പോയിരിക്കുന്നത്. ഇന്ന് ഉടമ്പടി എടുക്കാൻ വന്നിരിക്കുന്നതും പൊടിതുക്കാൻ വന്നിരിക്കുന്നതുമായ എല്ലാവരുടെയും മേലും അമ്മയുടെ നിലമേലെങ്കിൽ അവരെ സംരക്ഷിച്ചുകൊണ്ട് കണ്ണീരിൻ്റെ കാലത്ത് അവരെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് നിൻ്റെ പുത്രൻ്റെ മേൽ ഫലമേൽപ്പിക്കണമേ. നിൻ്റെ പുത്രൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ആബാ പിതാവേ, ഞങ്ങൾ അമ്മയുടെ മധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വിശുദ്ധ വചനത്തെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. അങ്ങയുടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. ഞങ്ങളുടെ ഏകപുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. ഞങ്ങളെല്ലാവരെയും സാക്ഷികളാക്കണമേ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കർത്താവേ നീ ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് മർക്കോസിൻ്റെ 16:20 അനുസരിച്ചുകൊണ്ട് ഞങ്ങളോട് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ അങ്ങ് അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് നൽകിയ ഒരു ദിവസമാണ്. ഒരു വലിയ ബോധത്തോടു കൂടി നമുക്ക് കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കാം. കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ ഒരു ആവാസവും അഭിഷേകവും ഉണ്ടാകണം. പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയുടെ ദാനവും വാഗ്ദാനവുമായ പരിശുദ്ധാത്മാവിനാൽ എൻ്റെ ഹൃദയത്തെ ജ്വലിപ്പിച്ചുകൊണ്ട് അങ്ങയുടെ വചനം സ്വീകരിക്കാനും അത് നിവർത്തിയാക്കാനും സ്വർഗത്തിന്റെ സാക്ഷിയാകാനും എന്നെ ഉപകരണമാക്കണമേ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളിവിടെ വെളിച്ചം കാണുന്നു അല്ലേ? അച്ഛനെ കാണാമല്ലോ. ഇപ്പോൾ ഇവിടെ നല്ല പൂ പോലെ വെളിച്ചമാണ്. പിന്നെ നിങ്ങൾ കാറ്റ് ഏൽക്കുന്നു. ഈ ചൂടിന് അതൊരു സാന്ത്വനമാണ് അല്ലേ? പിന്നെ നിങ്ങൾ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ ചെറിയ സ്വരത്തിലാണ് ഞാൻ സംസാരിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾ വലിയ സ്വരത്തിൽ അത് കേൾക്കുന്നു. അപ്പം ശബ്ദം, വെളിച്ചം, കാറ്റ് ഇതെല്ലാം നമുക്ക് അനുഭവിക്കുന്നു. നമ്മുടെ അനുഭവ രോഗമാണിത്. പക്ഷേ ഇതിൻ്റെയൊക്കെ എല്ലാം ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ? ചാലകശക്തി. എന്താണത്? കറണ്ടാണ്. കറണ്ടില്ലെങ്കിൽ എല്ലാം പോകും അല്ലേ? ഏതാണ്ട് ഇതുപോലെയാണ് എല്ലാ ദൈവിക ഇടപെടലിൻ്റെയും കറണ്ടെന്ന് പറയണത് പരിശുദ്ധാത്മാവാണ്. എല്ലാ ദൈവിക ഇടപെടലിൻ്റെയും കറണ്ട്, ശക്തി പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനെ തന്നെ ഇപ്പം നമ്മൾ ഉടമ്പടി എടുക്കുമ്പോഴും അത് ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉടമ്പടിയിലൂടെ നടക്കുന്നത്. ഹെവി ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നടക്കാൻ, സാധാരണഗതിയിൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഹെവി ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതാണ് ഉടമ്പടിയുടെ സ്പേസ് എന്ന് പറയുന്നത്. സാധാരണ കാര്യങ്ങളൊക്കെ നൊവേന, അതുപോലെ മറ്റു തരത്തിലുള്ള ഒത്തിരി പ്രാർത്ഥനകളില്ലേ നമുക്ക്, അതുകൊണ്ട് നടക്കും. പക്ഷേ അതെല്ലാം ചൊല്ലണ പ്രാർത്ഥനകളാണ് അല്ലേ? ചൊല്ലുന്ന പ്രാർത്ഥനകളാണ്. ഉടമ്പടി ചൊല്ലുന്ന പ്രാർത്ഥനയല്ല. പിന്നെന്ത് പ്രാർത്ഥനയാണ്? ചെയ്യുന്ന പ്രാർത്ഥനയാണ്. അതാണ് വിഷയം.
അതുകൊണ്ടാണ് ഹെവി ഡ്യൂട്ടി ആകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞു വയനാട് നിന്ന്. അവരുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ 6 കൊല്ലമായിട്ട് ഇവരുടെ കുഞ്ഞ് മകൻ, അതിന് എന്താ 6-7 വയസ്സുണ്ട്. ഈ മകൻ ഒരു പ്രത്യേക രോഗമാണ്. എന്താണ്? പെട്ടെന്ന് തെറിച്ച് പോയി വീഴും താഴെ. പെട്ടെന്ന് തെറിച്ച് പോകും. നിൽക്കണ നിപ്പിൽ ഇങ്ങനെ കറക്റ്റടിക്കണ പോലെ തെറിച്ച് പോയി വീണ് തലയൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ 3-4 സ്റ്റിച്ചൊക്കെ തലക്കുണ്ടാകും. തല കുത്തിയാണ് വീഴുന്നത്. ഇതൊരു പ്രത്യേക എപ്പിലെപ്സി തന്നെയാണ് സംഭവം. നമ്മൾ പറയുന്ന അപസ്മാരം തന്നെയാണ്. പക്ഷേ വേറൊരു സാധനം പറയും, കറക്റ്റടിക്കണ പോലെ തെറിച്ച് പോകും. തെറിച്ച് പോയിട്ട് ആളവിടെ തന്നെ വീണ് കഴിഞ്ഞാൽ പിന്നെ ബോധം ഉണ്ടാകത്തില്ല. പക്ഷേ തലയൊക്കെ പൊട്ടി ചോര ഒലിക്കും. അപ്പോൾ ഇത് ഇവർ ട്രീറ്റ്മെൻറ്റിലാണ്. അപ്പോൾ ഡോക്ടർ പറയണത് 6 കൊല്ലമായിട്ട് ട്രീറ്റ്മെൻറ്റിലാണ്. ന്യൂറോ സർജന്മാരുടെ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സർജന്മാരുടെ ട്രീറ്റ്മെൻറ്റിലാണ്. പക്ഷേ ആശുപത്രിയിൽ ഞാൻ പറയണില്ല, അത് ശരിയല്ലല്ലോ. പക്ഷെ അവർ പറയണത്, ഇവരോട് പറഞ്ഞത് ഇതാണ്, സഹോദരി ഇതിൻ്റെ അകത്തുള്ള വിഷയം ഇത്രയേ ഉള്ളൂ, ഇവൻ്റെ ഇ ജി ഒന്ന് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇത് ഓപ്പറേഷൻ ചെയ്ത് പരിഹരിക്കാം, അല്ലെങ്കിൽ പരിഹരിക്കാൻ പറ്റത്തില്ല. ഇ ജി കഴിഞ്ഞ 6 കൊല്ലത്തിനുള്ളിൽ 17 ടെസ്റ്റുകൾ നടത്തും. ഞാനിപ്പോൾ എന്താ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾക്കറിയാവോ? ഉടമ്പടി ഹെവി ഡ്യൂട്ടി എടുക്കുന്ന പ്രാർത്ഥനയാണെന്ന് പറയാനാണ് ഞാൻ ഈ എക്സാമ്പിൾ പറയണത്. അതായത് ഈ 6 വർഷം കൊണ്ട് 17 ടെസ്റ്റ് ഇ ജി എടുക്കും ബ്രെയിൻ്റെ. ഇന്ന് വരെ ഒരു ടെസ്റ്റും ഓക്കെ ആയിട്ടില്ല. പക്ഷെ അങ്ങനെ വരുമ്പോൾ അവസാനം എന്താ വെച്ചാൽ ഒരു ഓപ്പറേഷൻ നിശ്ചയിക്കുക. അവസാനം ഒരു മാർഗ്ഗം, വേറെ ഒന്നും ഇല്ല, ഓപ്ഷൻ ഇല്ല. പക്ഷേ അതിൻ്റെ സെക്കൻഡ് ഓപ്ഷൻ വേറെ ഹോസ്പിറ്റലിൽ പോയി അതേ ഡോക്ടർമാരോട്, അത്തരം സ്പെഷ്യലൈസേഷൻ ഡോക്ടർമാരോട് ചോദിക്കുമ്പോൾ അവർ പറയും ഓപ്പറേഷൻ ഓക്കെ, പക്ഷേ കൊച്ചു തളർന്നു പോകാനും സാധ്യതയുണ്ട്. ഓപ്പറേഷൻ കഴിയും, ബ്രെയിനല്ലേ വെട്ടിപ്പോകുന്ന നോക്കണത്. അത് അപ്പോൾ ഓപ്പറേഷൻ ഓക്കെ, അതേ ഒരു മാർഗ്ഗമുള്ളൂ. പക്ഷേ അതൊരു ലാസ്റ്റ് ഓപ്ഷനാണ്. ചിലപ്പോൾ കാഷ്വാലിറ്റി ഉണ്ടാവും, ചിലപ്പോഴത് തളർന്നു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇവർ വിഷമവൃത്തത്തിലാകും. അപ്പോൾ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ കൂട്ടുകാരത്തി കൃപാസനത്തിൻ്റെ ഒരു മിറക്കിളിൻ്റെ ഒരു ലിങ്ക് ഇവർക്ക് ഷെയർ ചെയ്യും. അതാണ് ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണം. അതാണ് ഞാൻ നിങ്ങളോട് പറയത്തില്ലേ, ഈ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുറത്ത് ഓൺലൈനിൽ കൂടുന്നവർ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കൂടുമ്പോൾ അതപ്പം തന്നെ പ്രാർത്ഥിച്ച് ഷെയർ ചെയ്യണം. ആരുമൊക്കെ ചിലപ്പോൾ നിങ്ങളെക്കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് അതായിരിക്കും. കാര്യം നിങ്ങളുടെ കാര്യം ദൈവം ഏറ്റെടുക്കുമ്പോഴാണല്ലോ നിങ്ങളെ ഇങ്ങോട്ട് വിളിക്കണത്. അല്ലെങ്കിൽ വിളിക്കത്തില്ലല്ലോ, വിളിച്ച് കളിയാക്കി വിടുവോ ദൈവം? അല്ലെങ്കിൽ അത് അത്രയും ചിന്തിച്ചാൽ മതി. നിങ്ങളെ ഈ മണ്ണിലെ അമ്മ പ്രത്യക്ഷപ്പെട്ട് 10,000 സാക്ഷ്യം പറഞ്ഞിട്ടുള്ള, കുറഞ്ഞ കാലം കൊണ്ട് സാക്ഷ്യം പറഞ്ഞിട്ടുള്ള ഈ മണ്ണിലേക്ക് ദൈവം നിങ്ങളെ വിളിച്ചുവെന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർക്കുക, നിങ്ങളുടെ കാര്യത്തിൽ ദൈവം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. നിങ്ങൾ പറയരുത് ഞങ്ങളെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വന്നതാണ്, ആൻറ്റി വിളിച്ചിട്ട് വന്നതാണ്, അല്ലെങ്കിൽ അയൽവാസി വിളിച്ചിട്ട് വന്നതാണെന്നല്ല. അങ്ങനെ ഒന്നുമില്ല. അവരൊക്കെ നിമിത്തങ്ങളാണ്. ദൈവമാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഉറപ്പാക്കാം ഈ വിഷയത്തിൽ തീരുമാനമായെന്ന്. നിങ്ങൾ ചെയ്യാൻ പോകുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും തീരുമാനം എടുത്തു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ വന്ന് സാക്ഷ്യം പറയാൻ ദൈവം അനുവദിക്കും. പക്ഷേ അതല്ല, ദൈവം നിങ്ങളുടെ ജോലി ചെയ്യും. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മുടെ മുമ്പിൽ ഇനി അവശേഷിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ജോലിയാണ്. അത് നമ്മൾ ചെയ്യണം. അപ്പോൾ ഇവരെങ്ങനെ ചെയ്തിരിക്കണത്? ഇവർ ഒരു ലിങ്ക് ഷെയർ ചെയ്ത് ഇവിടെ ഒന്ന് പോയി നോക്കുക. മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്. കുറേ ആൾക്കാരൊക്കെ ഒത്തിരി പേര് സൗഖ്യപ്പെടുന്നുണ്ട്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ കഴിഞ്ഞ ആഴ്ച ഈ കുട്ടിയെയും കൊണ്ട് ഇവിടെ വന്ന്, ഓപ്പറേഷൻ നിശ്ചയിച്ച കൊച്ചിനെയും കൊണ്ട് ഇവിടെ വന്നു. ഞാനൊന്നും ഓർക്കണം കൂടിയില്ല എന്തുമാത്രം ആൾക്കാർ ഇതുവരെ വരണതാണ് എല്ലാ ദിവസവും. അപ്പോൾ അവർ ഇവിടെ വന്ന് ഈ എമർജൻസി കേസെല്ലാം അന്ന് തന്നെ എടുക്കും, മാറ്റി വെക്കത്തില്ല. പണ്ടത്തെ പോലെയല്ല. എമർജൻസി കേസ് അപ്പം തന്നെ, മുന്നിൽ സമയമില്ലാത്ത എല്ലാ കേസും അച്ഛൻ എടുക്കും. ഒരു 1600 കേസ് ഞാൻ ഈ മാസം എടുത്തിട്ടുണ്ട്. ഏപ്രിൽ മാസം 1600 പേരെ നേരിട്ട് കണ്ടു കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ നിങ്ങൾ ആരും വിചാരിക്കരുത് ഒരു എമർജൻസി വന്നാൽ തീർച്ചയായിട്ടും അന്ന് തന്നെ കാണും. എമർജൻസി ആയിരിക്കണം, അതിൻ്റെ രേഖ ഉണ്ടാകണം, അത്രേ ഉള്ളൂ കാര്യം.
അപ്പോൾ ഇവർ ധ്യാനം കൂടിയതിന് ശേഷം അന്ന് തന്നെ കണ്ടു. ഞാനെന്താ ചെയ്തത്? ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം ചെയ്തുള്ളൂ. അവിടെ ഉടമ്പടി കഴിഞ്ഞപ്പോൾ ഞാൻ കർത്താവിൻ്റെ കുരിശുരൂപത്തിൽ പോയി, അവരതാ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ കർത്താവിൻ്റെ കുരിശുരൂപത്തിൽ പോയി കെട്ടിഞ്ഞാന്ന് കിടന്ന്. അത്രയേ ഉള്ളൂ ഞാൻ ചെയ്തത്. അല്ല, ഇതിനകത്ത് വേറെ അഭ്യാസങ്ങളൊന്നുമില്ല. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയണം. ദൈവം അവനെ മരിച്ചവെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. പിന്നെ അതാണ് റോമ 10:9. ഞാൻ ആ കെട്ടിഞ്ഞാഴ്ന്ന് കിടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പറയുന്ന പ്രാർത്ഥന ഉണ്ടല്ല, ഇതൊന്നും ആചാരമല്ല. എല്ലാ ആചാരങ്ങളെ അർത്ഥമാക്കുന്നത് അതിൻ്റെ അകത്തുള്ള ഫെയ്ത്ത് പ്രഡിക്ഷൻസ്, ഫെയ്ത്ത് പ്രൊക്ലമേഷൻസാണ്. നിങ്ങളിപ്പോൾ ഒരു ഉപ്പ് കൊണ്ടുപോയി ഞങ്ങൾ വെഞ്ചരിച്ച് തരുന്ന ഉപ്പ്, ഞങ്ങൾ ആ ഒരു ഫോർമുലയാണ് അത് വെഞ്ചരിക്കണത്. അല്ല പള്ളികളിൽ പായസവും വെള്ളമൊക്കെ വെഞ്ചരിക്കണ പോലെ അല്ല. ഞങ്ങൾ വെഞ്ചരിക്കുമ്പോൾ പരിശുദ്ധ കുർബാന ചൊല്ലി അതിന് ശേഷം 12 പ്രാർത്ഥനകൾ ചൊല്ലിയാണ് നേർച്ച വസ്തു വെഞ്ചരിക്കുന്നത്. എന്താണ്? ഒരു മനുഷ്യന് ബന്ധിച്ചിട്ടിരിക്കുന്ന, യേശുവിൽ നകറ്റിക്കളയുന്ന, ഞങ്ങൾ രോഗമാണെന്നോ അല്ലെങ്കിൽ പിശാച് ബാധയാണെന്നോ സാമ്പത്തികമായ കടമാണെന്നോ അങ്ങനെയല്ല വിഷയങ്ങളെ എടുക്കുന്നത്. ഞങ്ങൾ എടുക്കുന്നത് യേശുവിൽ നിന്നൊരു വ്യക്തിയെ അകറ്റിക്കളയുന്ന നെഗറ്റീവ് പവേഴ്സ്, പ്രതിലോമ ശക്തികൾ. അതെന്തുവാകാം? ആ മേഖലകളിൽ യേശുവിനെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മുടെ വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യണം. അത്രയേ ഉള്ളൂ. എന്താണ് നമ്മുടെ വിശ്വാസം? നമ്മുടെ വിശ്വാസം എന്താണ്? യേശു, റോമ 10:9 വിശ്വാസം. എന്താണ്? യേശു കർത്താവാണ്. ഒന്ന് പറഞ്ഞേ, യേശു കർത്താവാണ്. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. എന്നിട്ട് നിങ്ങൾ പറയേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. എന്താണ്? ഇതിന് ഞങ്ങളെ സാക്ഷികളാക്കണമേ. അതാണ് വിഷയം. ഈ നമ്മൾ റോമ 10:9 കാണുന്ന ആ വചനമാണ് ഇതിൻ്റെ ആണി എന്ന് പറയണത്. പക്ഷേ ഇത് വർക്കൗട്ട് ചെയ്യണത്, ആക്ടിവേറ്റ് ചെയ്യുന്നത് നമ്മൾ അത് ആ വചനം ആക്ടിവേറ്റ് ചെയ്യണത് എപ്പോഴാണ്? അതിന് നമ്മൾ സാക്ഷികളാകുമ്പോഴാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങൾ ഒരുക്കണമേ. കർത്താവേ, യേശുവേ ആരാധന. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. സമാപന ആശീർവാദം. എല്ലാ ഉടമ്പടി നിയോഗങ്ങളും ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം ശിരസ്സ് നമിച്ച് സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, മഹത്വം, ആരാധന, ആരാധന. തത്സമയം കണ്ട് പ്രാർത്ഥിക്കുന്ന, പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളിലേക്കും നിന്റെ ശക്തി ഒഴുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,